آل سيدنا ومولانا محمد അർഹമുർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ഈ മജ്ലിസിനെ ഖബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ അതാണ് നാം തുടങ്ങിയത്. പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിന്റെ വിശദീകരണം ഇന്നലെ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു. ഖാഫിളത്തുർ റാഫിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തിന്റെ മുഖത്തെ താഴ്ത്തിക്കളയും. നേരക്ക് നേരർത്ഥം പറഞ്ഞാൽ, അഥവാ ദുനിയാവിൽ അഹങ്കരിച്ച് ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നു നടന്ന ആളുമാരെ അള്ളാഹു തആല നാളെ ആഖിറത്തിൽ വെച്ച് തരം താഴ്ത്തി കളയും എന്നാണ്. കാനു മുർതഫിഈന ഫിദ്ദുനിയ, ദുനിയാവിൽ അഹങ്കാരത്തോടെ നടന്നു, ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നു നടന്നു. ആ വിഭാഗത്തെ ഖിയാമത്ത് നാളിൽ അള്ളാഹു നരകത്തിലേക്ക് കടത്തിയിട്ട് തരം താഴ്ത്തി കളയും. അതേ സമയത്ത് ചില സമൂഹത്തെ, അഖ്വാമൻ, ചില വിഭാഗത്തെ അള്ളാഹു ഉയർത്തിക്കളയും. കാനു മുത്തലഈന ഫീഹാ, ആ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് താഴ്മയോട് ജീവിച്ച ആ വിഭാഗത്തെ നാളെ ഖിയാമത്ത് നാൾ സ്വർഗത്തിലേക്ക് കടത്തിയിട്ട് അവരെന്താക്കും? ഉയർത്തിക്കളയും. ഇതിന്റെ വിശദീകരണം പൂർണ്ണമായ നിലക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. എങ്കിലും ഗാസിയ സൂറത്ത് ഓതിയാൽ നമുക്കത് പൂർണ്ണമായ നിലക്കും മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധമായ സൂറത്തുൽ ഗാസിയയിൽ പറയുന്നു, ഹൽ അതാക ഹദീസുൽ ഗാസിയ. അല്ലാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹൽ അതാക ഹദീസുൽ ഗാസിയ. സർവമുഖങ്ങളെയും എല്ലാവരുടെയും മുഖത്തെ മൂടിവെക്കുന്ന ഒരു ദുരന്ത ദിവസത്തിന്റെ വാർത്തകൾ തങ്ങൾക്ക് വന്നിട്ടില്ലേ? പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് ഹൽ അതാക ഹദീസുൽ ഗാശിയ, എല്ലാവരും പേടിച്ച് വിറക്കുന്ന ആ ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടുള്ള വാർത്ത വന്നിട്ടില്ലേ? നമുക്കിത് അത്ഭുതമാകുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇത് വല്ലാത്ത കണക്കിലെടുത്തു. ഈ വിവരം റസൂലുള്ളാന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് വിറച്ചു പോയി. ആ ഹബീബായ മുത്തുനബിന്റെ ചരിത്രം അറിയണോ? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബാക്കളും നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു പൊരന്റെ ഉള്ളിൽ നിന്നിട്ട് ഓത്ത് കേൾക്കുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ പൊരന്റെ ഉള്ളിൽ ഒരു ഉമ്മാമയാണ് ഖുർആൻ ഓതുന്നത്. ഒരു ഉമ്മയാണ് ഖുർആൻ ഓതുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഇതിന്റെ അർത്ഥം ചിന്തിച്ച ഉമ്മ 2-3 വട്ടം ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഖിയാമത്ത് നാളിന്റെ ആ ദുരന്ത ദിവസത്തിന്റെ ആ വാർത്തകൾ തങ്ങൾക്ക് വന്നിട്ടില്ലേ? ഈ അർത്ഥം ചിന്തിച്ച് ആ ഉമ്മ 2 വട്ടം 3 വട്ടം ആവർത്തിച്ച് ഓതിയപ്പോൾ ഫവഖഫൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നിന്നുപോയി. ആ ഓത്ത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നടത്തം അവിടെ സ്റ്റോപ്പായി പോയി. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ആ ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ പറയുന്നു, നഅം 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 ഖദ് അതാനി. അതേ വന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തിട്ട് ഈ ദുരന്ത വാർത്ത എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂൽ എത്ര കണക്കിലെടുത്തു ആ ഖിയാമത്ത് നാളെ കുറിച്ചിട്ട്. ഇന്ന് ഞങ്ങളെ ഉമ്മമാരെ പുറന്ന് എന്താണ് സൗണ്ട് കേൾക്കുന്നത്? ഖുർആന്റെ ഓത്തെല്ലാം മാഞ്ഞു പോയില്ലേ? ഒരു കാലത്ത് ഉമ്മമാര് പരിശുദ്ധമായ റമളാൻ അല്ലാത്ത സമയത്തും ഖുർആനിന്റെ ശബ്ദമായിരുന്നു ഇന്ന് വീട്ടിൽ പഴയകാലത്ത് കേട്ടിരുന്നത്. ഇന്ന് മ്യൂസിക്കിന്റെയും പാട്ടിന്റെയും ആ ഒരു അവസ്ഥയായി പോയി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, നബിയേ, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, എല്ലാവരെയും പേടിപ്പിക്കുന്ന ആ ഖിയാമത്ത് നാളെ ദുരന്ത വാർത്ത വന്നിട്ടില്ലയോ? പിന്നീടാണ് പറയുന്നത്, റാഫിഅത്തുൻ ഖാഫിള ഉജൂഹു യൗമൈദിൻ ഖാശിഅ. നബിയേ, ആ ദിവസമുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ, ഒരു കൂട്ടം ആളുമാരെ മുഖം അതാ താഴ്ത്തിപ്പോകും, നിന്ദ്യമായ മുഖമായി പോകും. അവർക്ക് നേരെയോട് റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. കോടാനക്കോടി ജനങ്ങളെ മുമ്പിൽ അവരെ മുഖം ഉയർത്തിയിട്ട് നിൽക്കാൻ അവരെ കൊണ്ട് കഴിയൂല. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. എന്തേ ആ നിലക്ക് തരം താഴ്ന്നു പോകാനുള്ള കാരണം എന്ത്? ആ നിലക്ക് നാണം കെട്ട് അവർ പോകാനുള്ള കാരണം എന്ത്? അവർ അധ്വാനിക്കാത്തത് കൊണ്ടോ? ഭൂമി ലോകത്ത് അവർ അധ്വാനിക്കാത്തത്, പണിയെടുക്കാത്തത് കൊണ്ടോ അല്ല. എല്ലാ ജുമാഅത്തും കേൾക്കുന്ന സൂറത്ത് ആമിലത്തുൻ നാസിബ. അവർ അധ്വാനിച്ച് അധ്വാനിച്ച് പണിയെടുത്ത് അവർ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഏത് പണി? അവരെടുത്ത പണി അതാണ് മനസ്സിലാക്കേണ്ടത്. ആമിലത്തുൻ നാസിബ. അവർ പണിയെടുത്തിട്ടുണ്ട്, പണിയെടുത്ത് എടുത്ത് എടുത്ത് അവർ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഏത് പണിയാണ്? അല്ല പൊരുത്തപ്പെടാത്ത, റബ്ബിലേക്ക് റബ്ബ് ഇഷ്ടപ്പെടാത്ത ആ പണിയാണ്. അവർ കള്ള് കുടിക്കുന്ന ആളുകളായി പോയി. അവരെടുത്ത പണി വ്യഭിചാരമായി പോയി. അവരെടുത്ത പണി നിസ്കാരം ഖളാ ആക്കുന്ന പണിയായി പോയി. അവരെടുത്ത പണി ബഡ്ഡിയുടെ പിന്നാലെ പോകുന്ന പണിയായി പോയി. അല്ല പൊരുത്തപ്പെടാത്ത പണിയെടുത്ത് അവർ ക്ഷീണിച്ചു പോയി. അവർ പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ചു പോയി. എന്നിട്ട് ആ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ആ നിലക്ക് അവർ പണിയെടുത്ത് പണിയെടുത്ത് സുബ്ഹാനല്ലാഹ് തസ്ലാ നാറൻ ഹമിയ, ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ കത്തുന്നു. അവർ പണിയെടുത്ത കാരണം കൊണ്ട് ആ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ കത്തുകയാണ്. അതാണ് ഖുർആൻ പറയുന്നത്. അല്ലാ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അത് സൂറത്തുൽ വാക്കിൽ പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. ചുട്ടുപൊള്ളുന്ന ആ നരകത്തിൽ അവർ കത്തുന്നു നബിയേ. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിൽ വെച്ച് കുടിപ്പിക്കപ്പെടുന്ന വെള്ളമേതാണ്? അവർ ദാഹിച്ച് കിടക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തളച്ചു മറിയുന്ന നദീജലത്തിൽ അവർ കുടിപ്പിക്കപ്പെടുന്നു. ചൂടായി ചൂടായി തളച്ച് തളച്ച് മറിയുന്ന നദീജലമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. പിന്നീട് പറയുന്നു, അവർക്കുള്ള ഭക്ഷണം മുള്ളുമരമാണ്. മുള്ളുമരമാണ് അവർക്കുള്ള ഭക്ഷണം. ആ ഭക്ഷണം കഴിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു ഗർഗാസ് കൊണ്ട് മരുത്തിനെ കഷ്ണിക്കും പോലെ, മരുത്തിനെ ഇരുമ്പോലെ ഞങ്ങൾ അന്നനാളങ്ങളും മാംസങ്ങളും അതാ ഈരി ഞങ്ങളെ പള്ളയിലേക്ക് കടന്നു പോകുന്നു. ആ നിരക്കുള്ള മുള്ളുമരമാണ് അവർക്ക് ആ നരകത്തിൽ വെച്ചിട്ടുള്ള ഭക്ഷണം. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ആ ഭക്ഷണം അവരെ വിശപ്പടക്കുന്നില്ല. ആ ഭക്ഷണം അവർക്ക് പുഷ്ടി നൽകുന്നില്ല. അത് വിറ്റമിനുള്ള ഭക്ഷണമല്ല. ആ ഭക്ഷണം ഒരു ടേസ്റ്റുള്ള ഭക്ഷണമല്ല. ആ നിലക്കുള്ള ഭക്ഷണമാണ്, മുള്ളുമരമാണ് അവരെ പള്ളയിലേക്ക് കടന്നു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അതാണ് ഖാഫിളത്തുൻ എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് റാഫിഅ. ഉടനെ ഖുർആൻ പറയുന്നു, ഉജൂഹു യൗമൈദിൻ നാഇമാ. നബിയേ, അന്നൊരു കൂട്ടം ആളുമാരെ മുഖമുണ്ട്. നാഇമ, മിന്നുന്ന മുഖമാണ്, പ്രകാശിക്കുന്ന മുഖമാണ്. ഒരു മുഖത്തിനെ കുറിച്ച് ഒരു കൂട്ടം ആൾക്കാരെ പറഞ്ഞു. ഉടനെ പറയുന്നു, ഉജൂഹു യൗമൈദിൻ നാഇമാ. അന്ന് ഒരു വിഭാഗത്തിന്റെ മുഖമുണ്ടാകും, അത് മിന്നുന്ന മുഖമാണ്.
പ്രകാശിക്കുന്ന മുഖമാണ്. സുബ്ഹാനല്ലാഹ്, അവരെ മുഖം എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നളറത്തൻ നഈം തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, അവരെ മുഖങ്ങളെ കാണാം നല്ല ശോഭനമായ, നല്ല മിന്നിത്തിളങ്ങുന്ന മുഖമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടരും അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നിലക്കുള്ള മുഖം കിട്ടാനുള്ള കാരണം എന്താണ്? ലിസഈഹാ റാദിയാ, അവർ എടുത്ത പണിയുണ്ടല്ലോ, അല്ല പൊരുത്തപ്പെട്ട പണി. 5 വക്ത് നിസ്കരിക്കുന്ന ആളുമാരാണ്, നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളുമാരാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്, റമളാന്റെ നോമ്പ് നോക്കുന്നവരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്. ആ വിഭാഗത്തിന്റെ മുഖത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഉജൂഹുൻ നഇമാ അന്നത്തെ ദിവസം അവർക്കുള്ള മുഖം പ്രകാശിക്കും. അവർ സ്വർഗത്തിൽ മേലെയായ സ്ഥാനത്താണ് ഉള്ളത്. അല്ലാഹു അവരെ കൂടി ഉൾപ്പെടുത്തണേ റഹ്മാനെ. ലാ തസ്മഉ ഫീഹാ ലഗ്യാ, ആ സ്വർഗത്തിൽ കടന്നാൽ ഒരു വേണ്ടാത്തൊരു ശബ്ദം അവിടെ കേൾക്കൂല, അനാവശ്യമായ ഒന്നും അവിടെ കേൾക്കൂല. ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകി പോകുന്ന ഹാറുകളുണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളങ്ങൾ അവിടെയുണ്ട്. ഫീഹാ സുറുറും മർഫൂആ, നല്ല ഉയർന്ന, നല്ല വിലയുള്ള, നല്ല ബഹുമാനമുള്ള അവർക്ക് എന്തുണ്ട്? കട്ടിലുകളുണ്ട് ആ സ്വർഗത്തിൽ. വിശാല സൂറത്തുൽ വാക്കിയത് വരും, അതിന്റെ വിശദമായ വിവരം സൂറത്തുൽ വാക്കിയിൽ പിന്നീട് വരും. ഫീഹാ സുറുറും മർഫൂആ, നല്ല ഹൈറ്റുള്ള, നല്ല മനോഹരമായ മുത്തുകളെ കൊണ്ടും മാണിക്യങ്ങളെ കൊണ്ടും ഡെക്കോർ ചെയ്യപ്പെട്ട അവിടുത്തെ കട്ടിലുകൾ അവർക്കുണ്ട്. നിരത്തി വെച്ച പാനപാത്രങ്ങൾ അവിടെയുണ്ട്. അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളിനാരും പൊന്നിനാരുള്ള പാനപാത്രങ്ങൾ അവിടെ റെഡിയാണ്. അണിയണിയായി നിരത്തി വെച്ച തലങ്ങണി അവിടെയുണ്ട്. സ്വർഗത്തില് അണിയണിയായി അറ്റിവെച്ച തലങ്ങണികൾ അവിടെയുണ്ട്. വിശാലമായി വിരുദ്ധപ്പെട്ട കാർപ്പറ്റുകൾ അവിടെയുണ്ട്. അല്ലാഹുവേ, ആ സ്വർഗം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ. അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമികൾ ഗിടഗിട വിറക്കാൻ തുടങ്ങിയാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ഇവിടെ കാണുന്ന പർവ്വതങ്ങൾ മുഴുവനും അത് ധൂളിപ്പൊടിയായി പോകും. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്. ഈ സംഭവം മക്കാ ഖുറൈശികളോട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സംഭവം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഖുറൈശികളോട് പറഞ്ഞപ്പോൾ, ഖുറൈശികളെ 2 വിഭാഗമുണ്ട്. റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളുമാറുമുണ്ട്, റസൂലുള്ളാഹിനെ വിശ്വസിക്കാതെ പരിഹസിച്ച വിഭാഗവുമുണ്ട്. അന്ന് പരിഹസിച്ചവർ ചോദിച്ചു, അല്ല മുഹമ്മദേ, ഈ ഭൂമി ധൂളിപ്പൊടിയായാൽ ഈ കാണുന്ന വിശാലമായ പർവ്വതങ്ങൾ, ഗുഡ്ഡകൾ എന്താകും? അതെന്താകും? അതേ സമയത്ത് സത്യം അറിയാൻ വേണ്ടി ചിന്തിച്ച സ്വഹാബാക്കൾ ചോദിച്ചു, നബിയേ, ഈ ഭൂമിയിൽ ധൂളിപ്പൊടിയായാൽ ഇവിടെ കാണുന്ന പർവ്വതങ്ങൾ എന്തായി പോകും? അതല്ലേ പറഞ്ഞത്, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. പരിശുദ്ധമായ സൂറത്തു ത്വാഹയിൽ 105-ാമത്തെ ആയത്താണ്. വയസ്അലൂനക അനിൽ ജിബാലി, പർവ്വതങ്ങളെ കുറിച്ച് തങ്ങളോട് അവർ ചോദിച്ചാൽ, ഫഖുൽ, തങ്ങൾ പറയണം, യൻസിഫുഹാ റബ്ബി നസ്ഫാ. നബിയേ, ആ പർവ്വതങ്ങളെ കുറിച്ച് അവർ ചോദിച്ചാൽ പറയണം, യൻസിഫുഹാ റബ്ബി നസ്ഫാ, ആ എന്റെ റബ്ബുണ്ടല്ലോ, ആ പർവ്വതത്തെ ധൂളിപ്പൊടിയാക്കും. ഇവിടെ ഭൂമി ഗിടുകിട വിറച്ചാൽ, എവിടെ നോക്കൂ ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ തന്നെ പറയും പർവ്വതത്തിനെ കുറിച്ച് ഖുർആൻ.
ഈ ഭൂമി ധൂളിപ്പൊടിയായാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, എന്റെ റബ്ബ് ആ പർവ്വതങ്ങളെ പൊടിപ്പൊടിയാക്കും. ഫയദറുഹാ ഖാഅം സഫ്സഫാ, എന്നിട്ട് ഈ ദുനിയാവിന്റെ മേലെ സമതട്ടായ ഒരു മറുഭൂമി പോലെ ആക്കും. ഈ കാണുന്ന വലിയ വലിയ പർവ്വതങ്ങൾ അതിനെന്താക്കും? അല്ലാഹു തആല ധൂളിപ്പൊടിയാക്കും. എന്നിട്ടോ ഖുർആൻ പറയുന്നു ഫകാനത്ത് ഹബാഅം മുംബത്താ, അതിനെ പൊടി പൊടിയാക്കും. ഏതുപോലെ? കാറ്റ് വന്നാൽ അത് മുഴുവനും പാറിപ്പോകും. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. അന്നത്തെ ദിവസം പർവ്വതങ്ങളെ മുഴുവനും പൊടി പൊടിയായി ഇവിടെയുള്ള പഞ്ഞികളെ പോലെ, ഇവിടെയുള്ള പരത്തികളെ പോലെ കാറ്റിൽ പരക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. അതാണ് സൂറത്തുൽ ഖാരിയിൽ പറഞ്ഞത് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. പഞ്ഞിയെ പോലെ, പരത്തിനെ പോലെ. ഒരു പരത്തി ഇവിടെ ഉണ്ടെങ്കിൽ കാറ്റ് വന്നാൽ എന്താവും? അത് മുഴുവനും പാറിപ്പോകും. അതേപോലെ ഈ കാണുന്ന പർവ്വതങ്ങൾ മുഴുവനും പാറിപ്പോകുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. എന്നിട്ട് സൂറത്തുൽ വാഖിയയിൽ പറയുന്നു വകുൻതും അസ്വാജൻ സലാസ. ഇതാണ് സൂറത്തുൽ വാഖിയയുടെ പ്രധാന ഉദ്ദേശം. വകുൻതും, അന്നത്തെ ദിവസം നിങ്ങളാകും. എന്താകും? അസ്വാജൻ സലാസ, 3 വിഭാഗമാകും. വകുൻതും, നിങ്ങളായിരിക്കും അന്നത്തെ ദിവസം അസ്വാജൻ സലാസ, 3 വിഭാഗമായിരിക്കും. അതിൽ 2 വിഭാഗം സ്വർഗത്തിലും 1 വിഭാഗം നരകത്തിലും. ആ 3 ഇൻഷാ അല്ലാഹ് ഇനി ഉള്ളത് അതിന്റെ അപ്പുറം നമുക്ക് എന്താക്കാം, ഇനിയുള്ള ക്ലാസ്സിൽ പറയാം. ആരാണ് ആ 3 വിഭാഗം? അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മസ്അമതി മാ അസ്ഹാബുൽ മസ്അമ വസ്സാബിഖൂന السابقون أولئك المقربون في جنات النعيم. إن شاء الله നാളെ എടുക്കാം. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ ഒക്കെ നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട്, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ധാരാളം റഹ്മത്ത് ചൊരിക്കുന്ന ഈ 1ാമത്തെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അഹ്ലിൽ പെടുത്തണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മവാപ്പയെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാരെ കാക്കണേ അല്ലാഹ്. നമുക്ക് സഹായിച്ച സഹകരിച്ച ഭക്ഷണം തന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഈ സൂറത്തുൽ വാഖിയയുടെ ബറക്കത്ത് കൊണ്ട് ഈ പള്ളിയിൽ ചെറിയ ഒരു സമയം നിന്റെ ഖുർആൻ കേൾക്കാൻ പഠിക്കാൻ സമയം ചെലവഴിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗം തന്ന് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുനിയാവിലോ ആഖിറത്തിലോ ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ നാടൻ കെടുത്തല്ല അല്ലാഹ്. ഈ ഖുർആൻ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ മുഖത്തിലേക്ക് അന്നത്തെ ദിവസം നീ പ്രകാശം തരണേ അല്ലാഹ്. ഞങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു അമലിന്റെ കാരണം കൊണ്ട് അല്ലാഹുവേ സ്വർഗത്തിലേക്ക് കടന്ന് നിന്റെ ലിഖാഇനെ കാണുന്ന ആ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.